മഖ്ബൂലയിലാണ് ഇന്ന് രാവിലെ വീണ്ടും ആക്രമണം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ടില്ല. സുരേഷ് വെള്ളിമുറ്റമിന്റെ വിശദാംശങ്ങൾ നൽകും. സുരേഷ്, നമ്മുടെ നിരവധി പ്രേക്ഷകർ രാവിലെ തന്നെ കുവൈറ്റിൽ ഇത്തരത്തിൽ സൈറൺ മുഴങ്ങുന്നുണ്ട്, ചെറിയ വെടിവെച്ചുകളൊക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെ പങ്കുവച്ചിരുന്നു. സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് ഉറപ്പിച്ച് നമ്മൾ പറയാതിരുന്നതാണ്. എന്താണ് ഉണ്ടായത്? നിലവിലെ വിവരങ്ങൾ എന്തൊക്കെ? നമ്മൾ രാവിലെ അത്തരത്തിലുള്ള വാർത്തയും സന്ദേശങ്ങളും ഒക്കെ നമുക്കും വന്നിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം, ഔദ്യോഗിക സ്ഥിരീകരണമോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ലഭിച്ചതിന് ശേഷം മാത്രം അക്കാര്യം പുറത്തുവിട്ടാൽ മതി, റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അക്കാര്യം കൂടുതലായിട്ട് വിശദീകരിക്കാതിരുന്നത്. ഇപ്പോൾ ഏതായാലും അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഈ മഖ്ബൂല എന്ന് പറയുന്നത് മലയാളികളൊക്കെ ധാരാളമായി താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ പുലർച്ചെ 3 മണിക്ക് സൈറൺ മുഴങ്ങുന്നത് കേട്ടിരുന്നു. ആ 3 മണിക്ക് സൈറൺ മുഴങ്ങിയതിന് ശേഷം പിന്നീട് ഒറ്റപ്പെട്ട വിധത്തിൽ ആകാശത്തിലൂടെ ഈ ഡ്രോണുകൾ പറക്കുന്നതൊക്കെ കണ്ടിരുന്നു. അത് രാവിലെ വരെ തുടർന്നു. ഏതാണ്ട് 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ സമയം ഏതാണ്ട് 6:15 കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഇന്ന് രാവിലെ 6 മണി വരെ ഈ ദൃശ്യങ്ങൾ ഈ വിധത്തിൽ കാണുന്നുണ്ടായിരുന്നു. പലയിടത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മലയാളികൾ പറയുന്നത്. ഒരുപക്ഷെ ആക്രമണ ശ്രമം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഒരിടത്തും വലിയ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ള കേടുപാടുകളോ ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അപായങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. മറിച്ച് ഡ്രോണുകൾ വരുന്നു, ആ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്നു, അതിനെ തകർത്ത് കളയുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് കൂടുതലും ഈ കുവൈറ്റിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഇപ്പോഴും ഗൾഫ് മേഖലയിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ബഹ്റൈനിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ UAE-യിലും 1-2 തവണയൊക്കെ രാവിലെ ശബ്ദം കേട്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഈ മേഖലകളിലൊന്നും നടക്കുന്നില്ല. ഖത്തറിൽ തുടക്കത്തിൽ വലിയ ആക്രമണം ഉണ്ടായിരുന്നു. 8 പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി. ഖത്തറിൽ നിലവിൽ എന്താണ് അവസ്ഥ? ഖത്തറിൽ 16 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആ 16 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിൽ മോദി സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഖത്തറാണ് ഏറ്റവും പ്രധാനപ്പെട്ട അലുദൈദ് എയർബേസ് ഉള്ളത് കൊണ്ട് തന്നെ 10,000-ഓളം അമേരിക്കൻ സൈനികർ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അത്. പക്ഷേ ഇത്തവണ മുൻപ് കഴിഞ്ഞ ജൂണിൽ ആക്രമണം നടക്കുന്ന സമയത്തും ഖത്തറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയി നോക്കുമ്പോൾ വലിയൊരു ആക്രമണം അല്ലെങ്കിൽ ഒരു ആക്രമണ ശ്രമം ഖത്തറിലേക്ക് ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങൾ ഉണ്ടാകും. ഒന്ന്, ജൂണിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഖത്തറിൽ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും കൂടെ, അന്ന് ഇറാന്റെ പങ്കാളിത്തവും അതിലുണ്ടായിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഭരണകർത്താക്കളും എല്ലാം 2 ദിവസം ഒത്തുകൂടുകയും ഇസ്ലാമിക ഉച്ചകോടി അവിടെ നടക്കുകയും ഒരു വിധത്തിലുള്ള ആക്രമണവും ഇനി ഉണ്ടാകരുതെന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരുമിച്ച് നേരിടണമെന്നും ആ ഉച്ചകോടിയിൽ, ഇസ്ലാമിക ഉച്ചകോടിയിൽ തീരുമാനിച്ചതാണ്. അവിടെ എല്ലാ ഭരണകർത്താക്കളും GCC രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ അടക്കം എല്ലാവരും എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തറിലേക്ക് ഇത്തവണ വലിയൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങളും, അത് പ്രധാനമായിട്ടും മിസൈൽ എന്നുള്ളതിനേക്കാൾ ഡ്രോൺ ആക്രമണമാണ് അങ്ങോട്ട് നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിലും ഇന്ന് പൊതുവെ ശാന്തമാണ്. ബഹ്റൈനിൽ ഇതുവരെ ഒരു വിധത്തിലുള്ള ആക്രമണ സംഭവങ്ങളും ഇന്ന് രാവിലെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മരണം അവിടെ നിന്നും സ്ഥിരീകരിച്ചത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള ഒരു അപകടത്തിന്റെ, തീപിടുത്തത്തിന്റെ, അതും മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കപ്പലിലേക്ക് വീണ് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മരിച്ചിട്ടുള്ളത്. അതാണ് അവിടെ നിന്നും വരുന്ന, ബഹ്റൈനിൽ നിന്നും വരുന്ന വാർത്ത. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മഖ്ബൂല എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രധാനമായും ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതും. സൗദി അറേബ്യയിലോ ഒമാനിലോ ഒരു വിധത്തിലുള്ള അക്രമ സംഭവങ്ങളും ഇന്നലെയോ ഇന്നോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമോ ഇന്നോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ UAE-യിലും വലിയൊരു അക്രമ സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി സുരേഷ്, കുവൈറ്റിലാണ് ഏറ്റവും പുതിയതായി ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സുരേഷ് വെള്ളിമുറ്റം പങ്കുവച്ചത്.